കലാവാസന ഉണ്ടായിട്ടും 4 ആളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കാതിരിക്കുക അത് പലരും നേരിടുന്നൊരു സങ്കടകരമായ കാര്യമാണ്. ചൂളംകുത്തി പാട്ട് പാടാനുള്ള കഴിവ് നന്നേ ചെറുപ്പത്തിൽ അറിയിച്ചിട്ടും അത് പ്രകടിപ്പിക്കുന്നുള്ള അവസരം കഴിഞ്ഞ 50 കൊല്ലത്തിനിടെ ഒരിക്കൽ പോലും ലഭിക്കാതിരുന്ന ഒരു 60 വയസ്സുകാരൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുമ്പോഴും തൻ്റെ ജീവിതകാലത്തിനിടയിൽ ഒരവസരമെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് എറണാകുളം ഞാറക്കലിലെ NK രവീന്ദ്രൻ. ശ്വാസം സംഗീതവും നെടുവീർപ്പ് പശ്ചാത്തല സംഗീതവും പ്രായത്തിന്റെ സമ്മാനമാണ് ശ്വാസത്തിലെ കിതപ്പ്. പ്രേമപൂജ പുഷ്പവുമായി നീ പണ്ടു പാടത്തെ പണിയും കഴിഞ്ഞ് അച്ഛൻ കണ്ടാരി വീട്ടുവരാന്തയിലിരുന്നു പാട്ടുപാടും. പഴയ സിനിമാ നാടകഗാനങ്ങളൊക്കെയാണ് കക്ഷി പാടുക. ഇതായിരുന്നു 4 സന്തതികളിൽ കലാഹൃദയമുള്ള രവീന്ദ്രന്റെ മ്യൂസിക് ക്ലാസ്. അതു കേട്ടുപാടി. സ്കൂളിൽ ചേർന്നപ്പോൾ പാട്ട് മൂളിപ്പാട്ടും പിന്നീടത് ചൂളംകുത്തിപ്പാട്ടുമായി. അതായത് രവീന്ദ്രൻ ചേട്ടൻ ഈ കഴിവ് സ്വായത്തമാക്കിയിട്ട് 50 കൊല്ലമായി. 50 കൊല്ലം. വിസിലടിച്ചു പാടുമ്പോഴുള്ള രസം, കൗതുകം തിരിച്ചറിഞ്ഞാണ് അതങ്ങ് ശീലമാക്കിയത്. മണലുവാരാൻ പോകുമ്പോഴും പാടത്തും പറമ്പത്തുമൊക്കെ പണിയെടുക്കുമ്പോഴും ക്ഷീണമകറ്റാനുള്ള മറുമരുന്നായി പിന്നീട് ഈ പാട്ട്. കൂലിപ്പണിക്ക് പോകാൻ കഴിയാതായതിൽ പിന്നെ അടുത്ത കാലത്തായി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോഴും ചൂളംകുത്തി പാട്ടുപാടാൻ ഒരു വേദി കിട്ടാത്തതിന് സ്വജീവിതത്തെ പഴിച്ച് കഴിഞ്ഞുകൂടി. ഇത്രയൊക്കെ നമുക്ക് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ അത് മൈൻഡ് ചെയ്യണില്ല. കാരണം അവർക്ക് നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആർക്കും അത് താല്പര്യം കാണിക്കാതെ ഇതുവരെ കാണിച്ചിട്ടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണെങ്കിൽ തന്നെ അതും ആരുമില്ല. പഴയ കലാകാരന്മാരൊക്കെ ധാരാളം ഉണ്ട്. ഒക്കെ കീഴോട്ട് പോയല്ലാതെ ആരും മേൽപോട്ട് ഉയർന്നിട്ടില്ല. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയതിന്റെ ടെൻഷൻ ഇപ്പോഴുണ്ട്. പക്ഷേ ഒരു വേദി കിട്ടിയാൽ കസറുമെന്ന ആത്മവിശ്വാസം. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നതല്ലാതെ ഒന്നെങ്കിൽ ഒരു സീനെങ്കിലും സിനിമയിൽ കിട്ടിയാൽ ഈ പാവം മനുഷ്യനത് ജീവിത സാഫല്യം. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 130 പടത്തോളം ഉണ്ടായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള വർക്ക് ഇനി അവർ വിളിച്ച് എന്തെങ്കിലും നല്ല സീൻ എന്തായാലും ഒരു മാർഗം തരികയാണെങ്കിൽ അവരത് ഞാനത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ഒരു വേദി പോലും കിട്ടാത്ത, ജീവിതത്തിൽ ക്യാമറയെ ആദ്യമായി അഭിമുഖീകരിക്കുന്ന കൂലിപ്പണിക്കാരനായ ഒരു 60 വയസ്സുകാരൻ്റെ ശബ്ദത്തിന് ഇടർച്ചയുണ്ടാകാം. പക്ഷെ ഞങ്ങളത് കാര്യമാക്കുന്നില്ല. കലാകാരനായ തനിക്ക് എവിടെ നിന്നെങ്കിലും ഒരവസരം കിട്ടണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റുന്നു. മാഹിൻ ജാഫറിനും ശ്രീകുമാറിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.